എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു അസ്വി ടോക്സ്. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് 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 കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഈ വർഷവും ഞാൻ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതെനിക്ക് എത്ര കണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറെ വായിച്ചിട്ടുള്ളതും അതുപോലെ കുറെ വീഡിയോസ് കണ്ടിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എൻ്റെ ചില ഹാബിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ ജനറൽ കുറച്ച് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ഇൻഡിവിജ്വൽ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ചുമ്മാ സംസാരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ അസ്വി മലയാളത്തിൽ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് റിപ്പീറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ കുറച്ച് ആഡ് ഓൺസും ഉണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനെ നമ്മൾ കാഷ്വലി സംസാരിക്കുകയാണ്. അപ്പം ഐ വുഡ് റിക്വസ്റ്റ് എന്താ തോന്നണേന്നുള്ളത് എന്തായാലും കോമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അത് തെറ്റായിട്ടാണ് അങ്ങനെ തോന്നുന്നത് വെച്ചാൽ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. അതുപോലെ നല്ലതായിട്ടാണ് എങ്ങനെയാണെങ്കിലും അത് എല്ലാവർക്കും, എനിക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും കോമന്റ് സെക്ഷൻ വായിക്കല്ലോ. അപ്പൊ എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഈ വർഷത്തെ മെയിൻ ഗോള് ഹെൽത്ത് എന്ന് വയ്ക്കാം. അപ്പൊ നമ്മള് എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹെൽത്ത് ഇസ് വെൽത്ത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഹെൽത്തിന്റെ കാര്യത്തിൽ കെയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പൊ ഇത് ഈ വർഷത്തിന്റെ തുടക്കം തന്നെയാണല്ലോ, എന്തൊക്കെ പറയുന്നത്, ജാൻ പകുതി ആയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിന്റെ കാര്യം എടുക്കുമ്പോൾ ഇൻ ജനറൽ വർക്കൗട്ടിന്റെ കാര്യം, വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ ആ ഒരു ഉത്സാഹത്തില് ഭയങ്കര ഉത്സാഹമായിരിക്കും അല്ലെ. നമ്മളിപ്പോ ജിമ്മിൽ ചേരുകയാണെങ്കിലും യോഗയ്ക്ക് ചേരുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യും, രണ്ടാമത്തെ ദിവസം ചെയ്യും, മൂന്നാമത്തെ ദിവസം എന്തെങ്കിലും തിരക്ക് വരും, അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. നാലാമത്തെ ദിവസം മടിയാവും നമുക്ക്, പക്ഷെ എങ്ങനെയെങ്കിലും നമ്മൾ കുത്തിപ്പൊക്കി നീറ്റ് പോയി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യും. പിന്നെ അഞ്ചാമത്തെ ദിവസം എന്തെങ്കിലും തിരക്ക് വരും, പിന്നെ വീക്കെൻഡ് ആയി, അപ്പൊ അങ്ങനെ പോയി. പിന്നെ മൺഡേ നമുക്ക് പോകാനേ തോന്നില്ല, ഇത്രയും ആയില്ലേ ഇനിയിപ്പൊ പിന്നെ ആവാന്ന് ചോദിച്ചാൽ നമ്മൾ അതങ്ങനെ വിടും. അപ്പൊ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഷോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുക ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്തായാലും പോകാനുള്ള നിവൃത്തിയില്ല, അത്രയും തിരക്കാണ്. അപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും ഒരു 20 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന തരത്തിൽ എങ്ങനെയാണോ പറ്റുന്നത് അത് ചെയ്യാന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഡയറ്റ് എത്ര ക്ലീൻ ആൻഡ് നീറ്റ് ആണെങ്കിലും എക്സസൈസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എസ്പെഷ്യലി സ്ത്രീകൾ നമ്മൾ 30s ആണെങ്കിൽ എന്തായാലും അത് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു കഴിക്കുന്ന ഒരാളാണ്. അത് വീഡിയോ കാണുന്നത് ശരിയാണ്, ഞാൻ എല്ലാം കഴിക്കുന്നുള്ളത് ശരിയാണ്, പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. ജങ്ക് ഫുഡ്സ് അതൊക്കെ ഭയങ്കര റെയർ ആയിട്ട് വല്ലപ്പോഴും മാത്രം കഴിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ എന്റെ ഓർമ്മയിലൊന്നും ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല. എൻ്റെ ഈ ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ ഇതിന് 34 വയസ്സിലും മാക്സിമം പോയി കഴിഞ്ഞൊരു 10 തവണ കുടിച്ചിട്ടുണ്ടാവും. ചെറുപ്പത്തിലൊന്നും ഒട്ടും തരില്ലായിരുന്നു കേട്ടോ. അതെനിക്ക് പറയണല്ലോ, എൻ്റെ അമ്മയച്ഛനും വളർത്തിയതിൻ്റെ ഒരു ഫുഡ് ഹാബിറ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ വളർത്തേണ്ട ഒരു ഇതും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തരില്ല, അങ്ങനത്തെ. അതുപോലെ തന്നെ എത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും മിതത്വത്തിലാണ് നമ്മൾ കഴിക്കുക, ഒരുപാട് കഴിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും എനിക്ക് ഇങ്ങനെ ബോഡി പെയിനും അതുപോലെ കഴുത്ത് വേദനയും ലൈഫ് സ്റ്റൈലിന്റെ കാരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് മാറിയിട്ടുള്ള എക്സസൈസ് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മെലിഞ്ഞിരുന്നിട്ടാണെങ്കിലും ശരി, മണ്ണുള്ള ഒരാളാണെങ്കിലും അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഒരു എക്സസൈസിന്റെ കാര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ചേരുന്നത്, ബേസിക്കലി നമുക്ക് താല്പര്യം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ എടുക്കാം. കുറെ പേർക്ക് യോഗ ആയിരിക്കും ഇഷ്ടം. ഞാൻ യോഗ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, സുംബ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും എൻ്റെ ബോഡിക്ക് നന്നായിട്ട് സൂട്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനു വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാലും തെറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇപ്പൊ പേഴ്സണൽ ട്രെയിനറിനെയൊക്കെ നമുക്ക് ജിമ്മിൽ എടുക്കാന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്, നല്ല പൈസയുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ്. അത് നമ്മൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും നമ്മുടെ ബോഡിക്ക് അത് ഗുണേ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട്
നമ്മൾ ഈ കുട്ടി കുട്ടി കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമല്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കണം, അതിന് നമ്മൾ ചെലവാക്കുന്ന അത്ര ആലോചിക്കില്ല. നമ്മളെ ലൈഫിലും അങ്ങനെ തന്നെയാട്ടോ. ഞാൻ ഏട്ടനോട് എപ്പോഴും സംസാരിക്കുന്ന കാര്യം, നമ്മൾ സിനിമയ്ക്ക് പോവാണ്, ഫുഡ് കഴിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഒക്കെ നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിച്ചൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊരു പൈസയാ അങ്ങനെ വിചാരിക്കും നമ്മള്. ഇനി ഇതൊന്നും വേണ്ട കേട്ടോ, ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ യോഗയ്ക്ക് പോകണമെന്നോ എന്നൊന്നുമില്ല. പക്ഷെ വീട്ടിൽ നിന്നാണെങ്കിലും മേക്ക് ഷുവർ നമുക്കായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാന്നുള്ളത്, ബോഡിക്ക് വേണ്ട സംഗതി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് റെഗുലർ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാം. പറ്റാത്ത സമയമാണ് ഇപ്പൊ നമുക്ക് പീരീഡ്സിന്റെ സമയം, അപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുറെ പേർക്ക് അങ്ങനെയുണ്ട്, പീരീഡ്സ് സമയത്ത് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. അത് എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചൊരു റിഗ്രറ്റ് ഫീലിംഗ് വേണ്ട കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി എണീറ്റ് ചെയ്യാന്നുള്ളത്. കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ വെച്ചാലും സാരമില്ല, അവിടെയാണ് അതിന്റെ ഒരു പോയിന്റ്. ഇപ്പൊ ജിമ്മിൽ പോകാൻ സമയമില്ല, നമുക്ക് രാവിലെ എവിടെയെങ്കിലും പോകാണ്ട്, അപ്പൊ നോക്കാം എങ്ങനെയെങ്കിലും നമുക്ക് ജിമ്മിൽ പോയിട്ട് കുറച്ച് സമയമെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് കുറച്ച് സമയം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ എന്താ വെച്ചാൽ പിറ്റേ ദിവസം പോകാൻ നമുക്ക് ഒന്നും കൂടി ഉത്സാഹം ഉണ്ടാവും. എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതെനിക്ക് പേഴ്സണലി വളരെ ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഷോ അപ്പ് ചെയ്യാന്ന് പറയില്ല, അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡയറ്റിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തില് എന്നാ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് കഴിവതും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ അത് തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ, നമ്മുടെ ഡയറ്റിന് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്കറിയാം, ഇപ്പൊ ഏട്ടനൊക്കെ ആണെങ്കിൽ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു ചായല് അല്ലെ ഇത്തിരി പഞ്ചസാര ഇട്ട് കുടിച്ചു വെച്ചിട്ട് ഒന്നും വരാനില്ല, ഇറ്റ്സ് ഓക്കെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. ഞാനിത് ആധികാരികമായിട്ടൊന്നല്ല കേട്ടോ പറയണത്, എൻ്റെ ഒരു ഇതിലാണ് പറയണത്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ പീഡിപ്പിച്ചിട്ട് പഞ്ചസാര കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു 3-4 ലഡു ഒക്കെ ഒരു ദിവസം ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കുക, അങ്ങനത്തെ എക്സ്ട്രാ ഇങ്ങനെ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയില്ല, നമ്മളിങ്ങനെ നമുക്ക് ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ ഫുഡിനോടുള്ള ആക്രാന്തം കൊണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ഫുഡ് ശ്രദ്ധിച്ചിട്ടും അങ്ങനെ നോക്കുന്ന ഒരാൾ, ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള ഒരാൾ, എന്നിട്ട് പോലും എനിക്കിങ്ങനെ ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ക്രേവ് ചെയ്യും സ്വീറ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കെന്താ അങ്ങനെ ഒരു ക്രേവിങ് വരണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ നല്ലോണം വെജിറ്റബിൾസ് കഴിക്കുക, എസ്പെഷ്യലി നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ, നമ്മൾ ചോറ് കൂട്ടാൻ ഉപ്പേരിയൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഈ കുക്കുംബർ, തക്കാളി അങ്ങനത്തെ ഒക്കെ വെജീസ് നല്ലോണം ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണം ഉണ്ടാവും കേട്ടോ. നല്ലോണം വെള്ളം കുടിക്കുക, അത് ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരാളാണെങ്കിൽ ഒരു ലിറ്റർ ബോട്ടിലോ അല്ലെങ്കിൽ 1/2 ലിറ്റർ ബോട്ടിലോ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അത് കഴിയുന്നതിനനുസരിച്ച് റീഫിൽ ചെയ്ത് നോക്കിയിട്ട് രാത്രി നോക്കുക എത്ര നമ്മൾ കുടിച്ചു. അതുപോലെ എനിക്ക് ഏറ്റവും ഗുണമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ ഉടൻ തന്നെ നമ്മൾ ഒരു 1/2 ലിറ്ററോളം കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നമ്മുടെ ജോലിഭാരം കുറഞ്ഞൂല. പിന്നെ നമ്മൾ കുറച്ചിട്ടാണെങ്കിലും കുടിച്ച് തീർത്താൽ മതിയാവും. അപ്പൊ ആ ഒരു കണക്കുണ്ടാവുക എന്നുള്ളത് വളരെ അപ്പൊ ആ ഒരു കണക്കുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈയാമ്പാറ്റയാണോ? അപ്പൊ എനിക്ക് പേഴ്സണലി അത് നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ അളവ് വെച്ചിട്ട് ബോട്ടിലിൽ വെച്ചിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഈ ഫുഡ് കഴിക്കണതും അതുപോലെ തന്നെ ഈ ഡയറ്റ് നോക്കുക, അതുപോലെ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുക, ഇതൊക്കെ ഈ ഓഫീസിലേക്ക് പോയി വന്നിട്ടുള്ളവർക്ക് കുറച്ചും കൂടി എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൂടുതലും ജോലി ചെയ്യണത്. ഇപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയാകുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടുപോകാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, ഒരു ഫുൾ ക്രൂ ഉണ്ടാവും, 5-6 പേരുണ്ടാവും ഷൂട്ടിന്. അങ്ങനത്തെ ഷൂട്ട്സ് ഒക്കെ ആകുമ്പോൾ അപ്പം അവരുടെ കൺവീനിയൻസിനും കൂടി അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും നോക്കാൻ പറ്റാറില്ല, അത് സത്യമാണ്. അപ്പൊ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. കുറച്ച് നട്ട്സ് എന്തെങ്കിലും ബാഗിൽ വെക്കുക, അപ്പൊ അങ്ങനെ അതെടുത്ത് കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം ഈ പറഞ്ഞ പോലെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിക്കുക, ബാത്റൂമിൽ പോവുക. വെറുതെ വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, അതുപോലെ ബാത്റൂമിൽ പോവാൻ വേണം. അതും കുറെ പേർക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മള്
നമുക്കങ്ങനെ മടിയുള്ള കാര്യം, ഇപ്പൊ വെള്ളം കുടിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കണം, നമ്മൾ അളവ് വെച്ച് കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അത് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയിലത്തെ ഫുഡ്, ഡിന്നർ നേരത്തെ അങ്ങ് കഴിക്കാന്നുള്ളതാ. ഇത് ഇത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്നറിയോ? വീട്ടിലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമുക്ക് വിശക്കണുണ്ടോ വിശക്കണില്ലേ എന്നുള്ളൊരു ചോദ്യമേ ഇല്ല. കറക്റ്റ് 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 12:30 ആകുമ്പോൾ ലഞ്ച്, രാത്രി ഒരു 7 മണിക്ക് ഡിന്നർ. ഇതില് നമ്മളോട് വിശക്കണുണ്ടോ വിശക്കണില്ലേ അങ്ങനെയുള്ളൊരു ചോദ്യമൊന്നുമില്ല. കറക്റ്റ് ആ സമയത്ത് ഭക്ഷണം ഉണ്ടാവും, അത് കഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഡിന്നർ ഇത്രയും നേരത്തെ കഴിച്ച് ശീലിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു അത് തന്നെ ഞാൻ ഫോളോ ചെയ്തില്ല. പക്ഷെ ഏട്ടൻ അങ്ങനെയായിരുന്നില്ല കേട്ടോ. ഏട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കഴിച്ചിരുന്നതാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ കഴിച്ച് ശീലമുള്ള കാരണം ആളും അതിനനുസരിച്ചിട്ട് ആയി. അപ്പൊ ഏട്ടനും പറയും എൻ്റെ അടുത്ത്, ഇങ്ങനെ ഡിന്നർ നേരത്തെ കഴിച്ചിട്ടും നല്ല പക്ഷെ വ്യത്യാസം തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരുന്നെങ്കിലും പിന്നീട് അത് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുള്ളത്. ഒന്നാമത് നമുക്ക് ഉറങ്ങുമ്പോൾ വളരെ ലൈറ്റ് ആയിരിക്കും, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു 12 മണിക്കൂർ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഫാറ്റ് ഒക്കെ ഒന്ന് ബേൺ ആവാനും കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ഫിസിക് ആണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്ത് ആണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക്. അപ്പൊ ഇത് കുട്ടി ചേഞ്ച് അല്ലേ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത്, അതായത് ഡിന്നർ നേരത്തെ കഴിക്കുക, ഒരു 7 മണിക്കൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ അത് ശരിക്കും നല്ല റിസൾട്ട് കാണുന്ന ഒന്നാണ്. എനിക്ക് പേഴ്സണലി എനിക്കത് ഒരുപാട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ കാര്യമാകുമ്പോൾ നമ്മുടെ പീരീഡ്സ് നോർമൽ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതല്ലാണ്ട് അങ്ങനെ വിട്ട് കളയരുത് കേട്ടോ. കുറെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ മാറ്റിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഡോക്ടറെ കാണാൻ എന്താ വേണ്ടതെന്നുള്ളത് ചോദിക്കാം, അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു, ഡയറ്റിന്റെ കാര്യം പറഞ്ഞു, നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു ബെറ്റർമെന്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നാട്ടിലേക്ക് വന്നിട്ട്, ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പതിയെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടാണ് കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ 21 ഡേയ്സ് ചാലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈറ്റ് ഹെൽത്തി എന്നുള്ള രീതിയിലാണ്. ഈറ്റ് ഹെൽത്തി എന്ന് പറയുമ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കണില്ല എന്നുള്ള അർത്ഥമില്ല, എന്തായാലും നമ്മൾ പുറത്തു പോകും. പക്ഷെ കഴിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ട്, ഇങ്ങനെ ഒരുപാട് ജങ്ക് ഫുഡൊന്നും അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ. ഇപ്പോൾ ഡിന്നർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പം, ചിക്കൻ കറി അങ്ങനെയൊക്കെ. അതല്ലാണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ഭയങ്കര ജങ്ക്, ഇങ്ങനെ കുറെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും അതേപോലെ തന്നെ പിസ്സ, ബർഗർ അങ്ങനത്തത് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ജേർണൽ ചെയ്യുക, അതായത് എഴുതുക പുസ്തകത്തിൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ എന്തൊക്കെയാണ് ഇനി ലോങ് റണ്ണിലേക്ക് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അതൊരു 21 ഡേയ്സ് ചാലഞ്ച് പോലെയാണ് നമ്മൾ ചെയ്യണം. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട് അതിന്റെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ തോന്നും. ഇപ്പൊ എനിക്കാണെങ്കിൽ വർക്ക്ഔട്ട് ജിമ്മിൽ പോയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ 21 ഡേയ്സ് ചാലഞ്ച് എടുത്താലും വീട്ടിൽ നിന്ന് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത ആഴ്ച യാത്ര പോകുന്നുണ്ട്, അതാണ് ഇപ്പൊ നമ്മുടെ ചാലഞ്ച്. അതായത് നമുക്കത് ചെയ്യാൻ പറ്റുമോ, അതായത് ഇങ്ങനെ യാത്ര പോകുമ്പോഴും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിറയെ ചെയ്യാൻ പറ്റും രാത്രി. ഈശ്വര, ഇതൊക്കെ എന്നെ കടിക്കില്ല. ഞാൻ AC ഇട്ട് നോക്കട്ടെ കേട്ടോ. എന്റെ കഷ്ടകാലത്തിന് AC-യുടെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, നിറയെ ചെയ്യാൻ പറ്റാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇത് സംസാരിച്ച് ഈ വീഡിയോ തീർക്കാം. പക്ഷെ മോട്ടിവേഷൻ ഒരു ഫ്ലോ പോയി പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു ചാലഞ്ച് പോലെയോ ഒരു നമ്മളെ തന്നെ പുഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കുട്ടി ചാലഞ്ച് തന്നെ, ഒരു 21 ഡേയ്സിന്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും 75 ഡേയ്സിന്റെ എടുക്കണം എന്നാ പറയാ. 75 ഡേയ്സ് നമ്മൾ ഒരു കാര്യം റെഗുലർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും, നമ്മുടെ ശീലമായി മാറും. പിന്നീട് നമുക്കത് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാ പറയണത്. അപ്പൊ നമുക്കത് ഈ വർക്ക്ഔട്ടിന്റെ കാര്യം അല്ലെങ്കിൽ ഹെൽത്ത് നോക്കണ കാര്യം ആവണമെന്ന് മാത്രമില്ല, നമുക്ക് നേരത്തെ എനിക്ക് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ നമുക്കത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും പുഷ് ചെയ്തിട്ട് ഒരു 75 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതാണ് ഇവിടെ ചാലഞ്ച് എന്ന് പറയണത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കത് മുന്നോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാ പറയണത്. അപ്പൊ എനിക്ക്
75 ദിവസമൊന്നും ഇങ്ങനെ വർക്കൗട്ടും അതേപോലെ തന്നെ ഫുഡ് അതേപോലെ നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലൊരു വിശ്വാസമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 21 ദിവസം ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാ ദിവസവും അതാത് ദിവസം ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കതൊരു മോട്ടിവേഷൻ കൂടിയാണല്ലോ. അപ്പൊ അതിന് സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാവണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറെ പേർക്കെങ്കിലും ഇൻസ്റ്റാ അക്കൗണ്ട്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ല, അത് നമ്മുടെ ഈ ഒരു ജേർണൽ അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് കുറെ പേർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് നമുക്ക് റീലായിട്ടും ഇടാവുന്നതാണ്. ഈ 75 ഡേയ്സ് ചാലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ എഡിറ്റിംഗ് ഒക്കെ അറിയാം. ഷോർട്ടിലിട്ടിട്ട് ജസ്റ്റ് ഷോർട്സ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു മ്യൂസിക് ഇട്ടിട്ട് അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന കേട്ടോ. പക്ഷെ ഒരു കുട്ടി ചാലഞ്ച് എടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു മോട്ടിവേഷനാണ്. ഇന്നിപ്പോ ഞാൻ 5 തവണ കഴിക്കണം. അത് ഞാൻ ഇപ്പൊ ഈ 21 ദിവസത്തിന്റെ ചാലഞ്ച് എടുത്തതിന് ശേഷം ഞാനത് കഴിച്ചു തുടങ്ങി. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് 3 നേരം മാത്രമേ കഴിക്കുള്ളായിരുന്നു. അപ്പൊ എനിക്ക് 3 നേരം മാത്രം കഴിക്കുന്നത് പോരായിരുന്നു എന്റെ ബോഡിക്ക്. ആദ്യമൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് എന്റെ ബോഡിയെ കുറച്ചുകൂടി റെസ്പെക്റ്റോട് കൂടിയിട്ടും കുറച്ചുകൂടി നന്നായി ട്രീറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എന്റെ ഹെൽത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം തോന്നിയിട്ടാണ് അങ്ങനെ ഞാൻ റെഗുലർ ആയിട്ട് ഈ പറഞ്ഞ പോലെ എക്സസൈസും ഫുഡിന്റെ കാര്യമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ. അതെനിക്ക് നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഒരു ചാലഞ്ച് എടുത്തു നോക്കൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണോ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 75 ദിവസം അല്ലെങ്കിലും 21 ദിവസമെങ്കിലും ചെയ്തു നോക്കും. അപ്പൊ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമുക്ക് പിന്നീട് അത് വിട്ട് കളയാൻ തോന്നില്ല. അപ്പൊ ഈ ചാലഞ്ചിന്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് റെഗുലറായിട്ട് സ്ലീപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അതും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു 7 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത്. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെ കൂടി ഒരു സമാധാനപരമായ ഉറക്കമാണ്. ചില ദിവസം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിപ്പോവും, ചില എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 7 മണിക്കൂർ സുഖമായിട്ട് അറ്റ സ്ട്രെച്ച് ഉറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 മണിക്കൂർ എനിക്കൊരു ദിവസത്തിൽ നിന്ന് എടുക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിലും ഞാൻ ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. മുന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 5 ദിവസമൊക്കെ ഒരു ഗ്യാപ്പ് പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിന്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഉറക്കം കുറയ്ക്കും. ഉറക്കത്തിന്റെ ഭാഗം കൂടി എടുത്തിട്ട് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അത് നടപ്പിലാവുന്ന കേസല്ല ഇനി അങ്ങോട്ട്. അപ്പൊ നമുക്ക് അതിനൊരു കൃത്യം ബൗണ്ടറി വെക്കണം. ഇപ്പൊ ഞാൻ അസ്വി മലയാളത്തിൽ വീഡിയോ ഇട്ടിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു. പിന്നാണ് ഞാൻ ഒരു 10 ദിവസത്തിന് ശേഷം അസ്വി മലയാളത്തിൽ വീഡിയോ ഇട്ടു. പക്ഷെ റെഗുലർ ആയിട്ട് അസ്വി വ്ളോഗ്സിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും കുഴപ്പമില്ല എന്നുള്ള കാര്യത്തില് നമ്മൾ വിചാരിച്ചിട്ട് അപ്പൊ അത് ഉറക്കാണ് ഇമ്പോർട്ടന്റ്. ഒരു 7-8 മണിക്കൂർ, ശരിക്കും 8-9 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റിയ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അത്രയും നമുക്ക് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 7-8 മണിക്കൂർ ഫിക്സ് ചെയ്തിട്ടാണ് പോണത്. അത്രയും ഉറക്കം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അതിൽ നല്ലൊരു ഡീപ് സ്ലീപ്പും കൂടെ കിട്ടിയാൽ നല്ലതാ. വെറുതെ ഉറങ്ങാന്നുള്ളത് മാത്രമല്ല കേട്ടോ, കറക്റ്റ് ടൈമിൽ ഉറങ്ങാന്നുള്ളതാ. 10 to 5, 10 to 6 ഒക്കെ ഉറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും കുട്ടിക്ക് സ്കൂളുള്ള കാരണം 10 മണിക്ക് തന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് ഉറങ്ങാൻ പറ്റാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ അടുത്തത് നമ്മുടെ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തിലാണെങ്കിലും അതേപോലെ ഈ വർഷം ആണെങ്കിലും നല്ലോണം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഒരു റുട്ടീൻ ഉണ്ടാവുക. അതായത് രാവിലെ എണീറ്റ അപ്പൊ തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. അപ്പൊ അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആവും. സ്കിൻ കെയർ ചെയ്തിട്ടാണല്ലോ നമ്മൾ ജിമ്മിൽ പോയി തിരിച്ചു വരാം, ഷൂട്ട് ഉണ്ടാവും, എഡിറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു റുട്ടീനിൽ അങ്ങനെ പൊക്കോളൂ. അതുപോലെ രാത്രി കിടക്കണേക്കാട്ടിന് മുൻപ് എഗെയിൻ സ്കിൻ കെയർ ചെയ്യുക, കിടക്കുക. ആ ഒരു നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം കൊടുക്കുകയും കുറച്ച് പ്രസന്റബിൾ ആവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതെനിക്ക് ഒരുപാട് എന്നോട് തന്നെ ഒരു സ്നേഹം തോന്നാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറി മറഞ്ഞ് ഭയങ്കര വ്യത്യാസം അങ്ങനെയൊന്നും ഉണ്ടായിന്ന് വരില്ല. ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് വെച്ചിട്ട്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി അത്രയും ഒരു സമയം എടുത്തിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ രാവിലെ ഇടുക, രാത്രി ആണെങ്കിലും ഒരു തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇടുക, ഒരു ലിപ് ബാം ഇടുക. അത്ര തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്ത് ഒരു ഹാൻഡ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് 2 minutes കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക സമാധാനമായിട്ട്. അത് തന്നെ നമുക്കൊരു നല്ല ഡിഫറൻസ് തോന്നിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നത് എനിക്ക് എന്നോട് തന്നെ
ആ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഒരു വ്യത്യാസം വന്നിട്ടുള്ള ഒരു കാര്യമാണ് റെഗുലർ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവാന്ന് പറയണത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും എൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയണത് കേട്ടോ. ബോഡി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യമല്ലേ. മെന്റൽ ഹെൽത്തിൽ എനിക്ക് രാവിലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജേർണൽ ചെയ്യാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെനിക്കൊരു മെന്റൽ ഹെൽത്തിന് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക, അപ്പൊ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ മനസ്സിൽ ആ ഒരു ഡിസിപ്ലിൻ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക, കഴിയുന്നതിനൊപ്പം ടിക്കിട്ട് പോവാ. അതെനിക്കൊരു അടിപൊളി ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗോൾസ് ഉണ്ടല്ലോ, അതിനെ നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ മുറിച്ചൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ടിക്കിടുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഭയങ്കര നല്ലതാണ്. പക്ഷെ അത് കുറച്ച് കൂൾ മൈൻഡിൽ എടുക്കണം കേട്ടോ. ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ട് വേണമെന്നില്ല. നമുക്ക് പറ്റാവുന്നത് കുട്ടി കുട്ടി കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ മതി. ഒന്നും വേണ്ട. അപ്പൊ രാവിലെ ഇപ്പൊ നമ്മൾ എനിക്കുമ്പോൾ എഴുതാം, നമ്മൾ ഇങ്ങനെ 2 ലിറ്റർ വെള്ളം കുടിക്കും. അത്ര തന്നെ ചെയ്ത് നമുക്കത് ടിക്കിടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും വേണ്ട, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ തന്നെ അങ്ങനെ നമ്മൾ എഴുതി ജേർണൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ലതാണ്. പിന്നെ കുറെ പേര് ഇങ്ങനെ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നവർ, അവര് ഇതിങ്ങനെ നടന്നു കഴിഞ്ഞു എന്നൊക്കെ വിശ്വസിച്ച അതൊക്കെ എഴുതി വെച്ച് ഓക്കെ എനിക്ക് ഇത്ര ലക്ഷം ശമ്പളമുള്ള ഒരു ജോലി, ഓക്കെ എനിക്കിപ്പോ ഇത്ര ലക്ഷം ശമ്പളമുള്ള ജോലി ആയി എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഇതിനോട് വിശ്വാസം ഇല്ല. അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണോ ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷനൊക്കെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാത്ത എന്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ യാതൊരു പ്രശ്നമില്ല. എനിക്ക് പേഴ്സണലി അതിനോട് അത്ര ഒരു ഇത് തോന്നുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, ഗോൾസ് ആണെങ്കിലും എഴുതി വെക്കും. പക്ഷെ അത് മൈൻഡിന് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ പല പല വിഷമങ്ങളും കാര്യങ്ങളും, എസ്പെഷ്യലി ഗ്രീഫ്. അത് ഭയങ്കര വലിയൊരു ഭാരമാണ് മനസ്സിൽ. നമ്മളെ വേണ്ടപ്പെട്ടവർ വിട്ടുപോവാന്ന് പറയുന്നത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ കേട്ടോ. അതിൽ നിന്ന് നമുക്ക് കരകയറി വരാനായിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. എസ്പെഷ്യലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവര് വേറെ ഉണ്ടെങ്കിൽ അവരുടെ തലയിലേക്ക് ആ പ്രഷർ കൊടുക്കാണ്ട് കഴിവതും നമുക്കതിനെ കരയേറി വരാനുള്ള ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി നമുക്കായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തെറപ്പി എടുക്കുക, അത് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കാൻ വേണം. നമുക്ക് മനസ്സിലാവണം, ഓക്കെ എനിക്ക് ഇതാണ് പ്രശ്നം, ഗ്രീഫാണ് എൻ്റെ ഇഷ്യൂ എന്നുള്ളത് ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പൊ അതിനു വേണ്ടി അത് മറികടക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയണത് ഒരു തരത്തിലൊരു കോംപ്ലക്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ചില ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും ചില ക്രൗഡിൽ പോകാനും ഒക്കെ നമുക്ക് ഇഷ്യൂ ആണ്. കാരണം എന്താ, നമുക്ക് ഇങ്ങനെ തോന്നാണ് നമ്മൾ അത്ര വേർത്തല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ അവിടെ പോയി അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഫീലിംഗ് വിചാരിച്ചിട്ട് നമ്മുടെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാണ്ടാക്കുന്നവരായിരിക്കും. എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ യൂട്യൂബ് ഫീൽഡിലും കൂടി ആയതുകൊണ്ട് ചില ക്രൗഡിലൊക്കെ പോകുമ്പോൾ ഐ യൂസ് ടു ഫീൽ, അല്ലെങ്കിൽ പോകുമ്പോന്നല്ല, അതിനെക്കാട്ടും കൂടുതൽ ചില ക്രൗഡിലേക്ക് പോകേണ്ട ഒരു ഇത് വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ വലിയ വലിയ ആളുകളല്ലേ, ഞാനൊക്കെ ഇങ്ങനെ ചെറുത്, അപ്പൊ ഞാനൊക്കെ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവോ? നമ്മുടെ ചെറുപ്പം മുതലേയുള്ള കോംപ്ലക്സും ഇൻസെക്യൂരിറ്റി ഒക്കെ കൊണ്ടുള്ളതാ. ഞാൻ കുറെ ഇങ്ങനെ വായിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ വർത്ത്, നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാനിങ്ങനെ ഇല്ല, ഞാൻ ഇത്രയും ഒരു ബുദ്ധിമുട്ടുകളിലും എന്തിലൂടെയൊക്കെയാ ഞാൻ കടന്നു പോയെന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതിലൂടെയൊക്കെ നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പൊസിഷനാണ്. അപ്പൊ എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി തോന്നേണ്ട ആവശ്യം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെ കുറെ വായിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്ക് അതൊക്കെ കുറച്ചൊക്കെ എങ്കിലും മറികടക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇഷ്യൂ എന്താണ്, മനസ്സിന് വേവലാതിപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താണെന്നുള്ളത് അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് നമ്മള്
അനലൈസ് ചെയ്യുക, അതിനു വേണ്ടി സമയം കൊടുക്കുക. നമ്മുടെ ശരീരത്ത് ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ നമ്മളത് നോക്കില്ലേ? ഒരു കുഞ്ഞു മുറിവാണെങ്കിൽ നമ്മൾ അതിന് ബാൻഡേഡ് കിട്ടും ഇല്ലേ? നമ്മളത് നോക്കും, ഇടയ്ക്ക് തൊട്ട് നോക്കും വേദനയ്ക്കുണ്ടോ. എന്നിട്ട് നമ്മള് എല്ലാരെയും പോയി കാണിക്കുക, അയ്യോ കണ്ടു എന്റെ കൈ മുറിഞ്ഞു, അങ്ങനെയൊക്കെ അല്ലേ? അതുപോലെ തന്നെ മനസ്സിന് മുറിവേറ്റാൽ നമ്മളതിനെ നോക്കണം. നമ്മളത് സംസാരിക്കേണ്ട ആളുകളോട് സംസാരിക്കണം, നമ്മളത് നോക്കാൻ പറയുന്ന ആളുകളുടെ അടുത്ത് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്സും. ഞാൻ പറയുന്നത് മാനസികമായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും മേക്ക് ഷുവർ ദാറ്റ് രണ്ടുപേർക്കുമായിട്ടുള്ളൊരു സമയം കണ്ടെത്തി സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളത് തുറന്ന് പറയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അതും നമുക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. നമുക്ക് അതിനെക്കുറിച്ച് കുറെ ചിന്തിക്കേണ്ടി വരും, കുറെ വായിക്കേണ്ടി വരും, കുറെ വീഡിയോസ് കാണാം. നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, മെന്റൽ തെറപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. എല്ലാം എടുക്കരുത് കേട്ടോ, എല്ലാം എടുക്കരുത്. അതാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ തെറപ്പിക്ക് പോവാണെങ്കിലും ഇൻ പേഴ്സൺ നമുക്ക് തെറപ്പിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറ്റിയൊരാളെ കിട്ടിയാൽ മാത്രമേ അതിന്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഒരാളെ കൊണ്ട് തന്നെ നമുക്കത് നടക്കണമെന്നില്ല. നമ്മളിങ്ങനെ അത് ട്രൈ ചെയ്യേണ്ടി വരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒക്കെ എഫേർട്ടാണ്. ഈ ലോകത്തൊന്നും നമുക്ക് വെറുതെ കിട്ടില്ല. യു നീഡ് ടു പുട്ട് യുവർ ടൈം, എഫേർട്ട്, എല്ലാത്തിനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ മനസ്സിന്റെ സന്തോഷമാണെങ്കിലും അതിനും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം എന്നാണ് കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇത് എനിക്ക് മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ബോഡിയുടെ പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ ഇഷ്യൂസ് ഒക്കെ വളരെ ഡിഫറെന്റ്. അപ്പൊ എനിക്കുണ്ടായ 2-3 അനുഭവങ്ങൾ പറയാന്നുള്ളതല്ലാണ്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റും. ടേക്ക് യുവർ ടൈം, അതിനെ കേൾക്കുക. ബോഡിക്ക് ഒരു മുറിവുണ്ടാവണ പോലെ തന്നെ മനസ്സിനൊരു മുറിവുണ്ടാവുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കുക, അതിന് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമുക്ക് അതിന് വേണ്ട സമയം കൊടുക്കുക, നമ്മളായിട്ട് ഇടേണ്ട എഫേർട്ട് നമ്മൾ ഇടുക. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ആദ്യമേ മുതൽക്ക് ഫോളോ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ മുന്നിലത്തെ വർഷമൊക്കെ ഞാൻ ഇങ്ങനെ ഗോൾസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മെയിൻ ഗോൾ എന്താന്നുള്ളത് ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ ഈ വർഷം ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നാണ് എനിക്ക് ഈ വർഷം. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ എനിക്ക് 1 മില്യൺ ആവണം എന്നാണ് ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ മാസം എത്ര സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് കൂടാം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കണം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ എത്ര വെച്ചിട്ടാണ് കൂടിയിട്ടുള്ളത്, പ്ലസ് ഞാൻ ഈ വർഷം എത്ര കണ്ടന്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും പ്ലസ് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ഇടാൻ റെഡിയാണ് എന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ മാസം കുട്ടി കുട്ടി ഗോൾസ് ആയിട്ട് അതിനെ ഇങ്ങനെ തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് ഓരോ മാസം കയറിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വർഷം മേ ബി ഞാൻ കുറച്ചും കൂടി എഫേർട്ട് ഇടും, കുറച്ചും കൂടി എക്സ്ട്രാ വീഡിയോസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഒരു 7000 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കയറും. അങ്ങനെ ആകുമ്പോൾ എത്ര എത്തും എന്നുള്ളത് നോക്കാം. അപ്പൊ അങ്ങനെ ഓക്കെ 1 മില്യൺ എത്തുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്യാം എങ്കിൽ ഗുഡ്, വെൽ ആൻഡ് ഗുഡ്, സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതല്ല, എന്തായാലും എത്തിയേ തീരൂ, ഞാൻ അതിനുവേണ്ടി ഇനി എക്സ്ട്രാ എഫേർട്ട് ഇടാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് എഗെയിൻ മന്ത്ലി അച്ചീവ് ചെയ്യേണ്ട സബ്സ്ക്രൈബേഴ്സ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അച്ചീവ് ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്, ടിക്ക് ഇടുക, അടിപൊളിയാണ്. ഇനി ആയില്ലെങ്കിൽ എഗെയിൻ വി ക്യാൻ വർക്ക് ഫോർ ഇറ്റ്, ദാറ്റ്സ് ഫൈൻ. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ എന്റെ കരിയറിന്റെ കാര്യത്തിൽ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ PhD ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ അവർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അതെങ്ങനെയാ വേണ്ട, എഗെയിൻ അതിനെ ബ്രേക്ക് ചെയ്യുക, എത്ര എഫേർട്ട് ഇടണം, എത്ര ടൈം കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അതിനനുസരിച്ച് നോക്കി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ അപ്പൊ ഏട്ടൻ വന്നതാട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി സ്നാക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഇതെന്തോ ഒരു ഗോതമ്പിന്റെ എന്തോ ഉണ്ടയാണ്. പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ PhD ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എത്ര പബ്ലിക്കേഷൻസ് വേണം അതിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണോ കരിയർ വൈസ് നമുക്കൊരു നമ്മള് മുന്നിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഓക്കെ എനിക്ക് ഇതെത്തണം എന്ന് വിചാരിച്ച് മാത്രം നിർത്തുന്നതിന് പകരം അതിനെ കറക്റ്റ് ഒന്ന് മന്ത്ലി ബേസിസിൽ ബ്രേക്ക് ചെയ്യുക. അതിനെ പിന്നെയും എഗെയിൻ
ഡെയിലി ബ്രേക്ക് ചെയ്യണം കേട്ടോ. അത് ഡെയിലി ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഡെയിലി ജേർണൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എഴുതി 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 അതിനനുസരിച്ച് ചെയ്ത് പോവാന്നുള്ളതാണ്. പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വെക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിത് എഴുതിയാൽ മാത്രം പോരാ, എഴുതിയിട്ട് നമ്മളിങ്ങനെ ദിവാസ്വപ്നം കാണാന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നടക്കും. പക്ഷെ ഇതെല്ലാം എഴുതി നമ്മൾ നല്ല അടിപൊളി ബുക്കിൽ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര സൂപ്പറായിട്ട് വെച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഫോക്കസും ഒരു വിഷനും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പാടാ. നമുക്കത് നമ്മുടെ മനസ്സിൽ പതിയണം. അത് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ കരിയർ വൈസും അങ്ങനെ ഒരു കാര്യം, ബോഡിക്ക് വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു, മൈൻഡിന് വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു അല്ലെ. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, വിച്ച് ഐ റിയലി ലാക്ക്, എനിക്ക് വളരെ ഞാൻ മോശമായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുക, അതെനിക്ക് തോന്നുന്നു വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്, അതുപോലെ തന്നെ നമുക്കതൊരു നല്ലൊരു എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിനിപ്പോ പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ വേണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ കുട്ടികളും കോളേജിലെ കുട്ടികളും എന്തായാലും പഠിക്കുക, അതല്ല. നമ്മള് ഓൾറെഡി പഠിച്ചത് കൂടാണ്ട് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക എന്ന് പറയില്ലേ, ഡാൻസോ പാട്ടോ അങ്ങനെയൊക്കെ. ഞാൻ ചെറുപ്പത്തിൽ ഒന്നും പഠിച്ചില്ല അവിടെ. ഞാൻ ഡാൻസ് പഠിച്ചില്ല, പാട്ട് പഠിച്ചില്ല, ഒന്നും. എനിക്ക് ആകെ ചെയ്യാൻ അറിഞ്ഞിരുന്ന കാര്യം ഡ്രോയിങ് ആയിരുന്നു. അത് തന്നെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോ അതെനിക്ക് ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു ഇതില്ല. ഇപ്പോഴാണെങ്കിലും ഞാൻ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നമ്മള് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും അത് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും അതൊരു നല്ല ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ മാർഷൽ ആർട്സ് അതൊക്കെ പഠിക്കാനും ഭയങ്കര നല്ലതാണ് ബോഡിക്ക്. അതല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഉത്സാഹമാണ്, അതൊരു സന്തോഷമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും പുതിയത് പഠിക്കുമ്പോൾ ഒരുപാട് പേര് ഞാൻ പറയണ കേട്ടിട്ടുണ്ട് നല്ലൊരു ഫീലിംഗ് ആണെന്നുള്ളത്. അത് ഞാൻ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ട്. ലാക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ സീറോ ആണെന്ന് വേണം പറയാം. ഈ വർഷമെങ്കിലും എനിക്ക് പുതിയത് എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമാണ്. ഞാൻ മേക്കപ്പ് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് നമ്മൾ ചെയ്യണതാണ്, പക്ഷെ എന്നാലും അതിലൊരു കോഴ്സായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ഒരു ലാംഗ്വേജ് ആയിട്ടോ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഈ റീഡിങ് ഹാബിറ്റ് അതൊക്കെ ഇങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുകയാണെങ്കിൽ വരയ്ക്കുക. അങ്ങനെ നമ്മളൊരു എക്സ്ട്രാ ടൈം അതിനു വേണ്ടി കണ്ടെത്തി ചെയ്യുന്നത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മൈൻഡിന്റെ ഒരു ഡെവലപ്മെന്റും നല്ലതാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു പഠനം ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ ഒരു ബെറ്റർ ആക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി വായിക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കഴിവാണ് കേട്ടോ. അത് ശരിക്കും അടിപൊളിയായിട്ടുള്ള കാര്യം. ഞാൻ ഏട്ടനിൽ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ഏട്ടനും സത്യം പറഞ്ഞ PhD ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോ അത് വിട്ടുകിട്ടോ. അതുവരെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ 10 വർഷം കഴിഞ്ഞു. ഒരു 8 വർഷം വരെ, 8 to 9 വർഷം വരെ ഞാൻ എല്ലാ ദിവസവും ഏട്ടൻ വായിച്ചിട്ട് കിടക്കുന്നത് കണ്ടിട്ടില്ല. ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകുമ്പോ വരെ ഏട്ടന്റെ ബാഗിൽ ബുക്ക് ആണ് ആദ്യം എടുത്തു വെച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രസവ വേദന, നിങ്ങൾക്ക് ബുക്ക് വായനയാണല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഈവൻ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏട്ടൻ ഇങ്ങനെ ഒരുപാട് പുസ്തകം വായിച്ചിട്ട് എഴുതുന്ന ആളായതുകൊണ്ട് തന്നെ പറയുന്ന കാര്യത്തിലെ ക്ലാരിറ്റി ഭയങ്കര അടിപൊളിയാണ്. വഴക്കുണ്ടാക്കിയാൽ പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ എണ്ണി പറയും എന്തൊക്കെയാണ് ആൾക്ക് ഫീൽ ചെയ്തത്, ഇന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു, ഞാനത് ചെയ്തത് തെറ്റായിട്ട് ആൾക്ക് ഫീൽ ചെയ്തു, അങ്ങനെ എണ്ണി പറയും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അല്ലെങ്കിലേ എനിക്ക് ഭയങ്കര പാടാണ് വഴക്കുണ്ടാക്കാനും, അതല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണപ്പ് ആക്കി പറയാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാനിങ്ങനെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാനിങ്ങനെ സോറി, എല്ലാം എന്റേതാണ്, ക്ഷമിക്കും എന്ന് പറയുന്ന ഒരാളാണ്. അതിന്റെ കൂടെ ഇത്രയും ക്ലാരിറ്റിയിൽ സംസാരിക്കുന്ന ഒരാളും കൂടി ആകുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരിക്കും. ഞാൻ എന്താ പറയാ എന്നുള്ള രീതിയിലേക്ക് നിൽക്കുക. പക്ഷെ പിന്നീട് ആളത് മനസ്സിലാക്കി, ഏട്ടനത് മനസ്സിലാക്കി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെ സമയമെടുത്ത് നിനക്ക് പിന്നീടാണെങ്കിലും പറയുമ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിടും. എന്നിട്ട് ഞാൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പറയാം, അതെ ഇന്നലെ ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ വഴക്കുണ്ടാക്കിയില്ലേ, അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴാവും പറയാം. അപ്പൊ ഏട്ടനോട് ചോദിക്കുന്നത് എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നു. പക്ഷെ ഇവൻച്വലി ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിയത്.
അപ്പൊ ഞാൻ എന്തിനാ ഇതിങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞെന്താ വെച്ചാ നല്ല ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക്. കണ്ടോ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തന്നത് എവിടെന്നോ എവിടെ എത്തിയില്ല. ട്രെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറയും. നമുക്ക് പറയുന്നത് എന്താണെന്നൊരു കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണമെങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്ക് അത് നല്ലോണം ഉണ്ടാവുന്ന എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജൊക്കെ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന ടു ദ പോയിന്റ് അല്ലേ, ആളുടെ ചോദ്യത്തിന് വെച്ചാൽ ആൾക്ക് ഉള്ള ചോദ്യത്തിന് കറക്റ്റ് മറുപടി ആയിരിക്കും. ഭയങ്കര അടിപൊളിയല്ലേ അത്? അപ്പൊ അതൊരു അടിപൊളി ആയിട്ടുള്ള ഹാബിറ്റ്. അതൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതാണ്. എല്ലാവർക്കും ഇപ്പോൾ വായനാശീലം ഉണ്ടാവുന്നത് എനിക്കില്ല കേട്ടോ. എനിക്കത് ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കണം എന്ന് ആഗ്രഹവും ഇല്ല. ഇനി എനിക്ക് അത്ര എഫേർട്ട് എടുക്കാൻ വയ്യ. പക്ഷെ എന്നാലും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ തുന്നലാണെങ്കിൽ പോലും അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് അത് ഈ വർഷം നോക്കട്ടെ, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തെടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് നമ്മുടെ സോൾ എന്നുവെച്ചാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി, നമ്മുടെ ഇന്നർ ചൈൽഡിനൊക്കെ വേണ്ടിയിട്ട് ഒരു സന്തോഷം ഉണ്ടാവാന്ന് പറയില്ല, അതിലെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല നമ്മൾ യാത്ര ചെയ്യുക, നമ്മൾ ഒറ്റയ്ക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം ലാക്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നമുക്കായിട്ടൊരു സമയമോ എഫേർട്ടോ ഒന്നും എടുത്ത് നമ്മളൊന്നും ചെയ്യില്ല. എല്ലാം ഇങ്ങനെ മാറ്റി വെച്ചു. ഇപ്പൊ ഒരുപാട് മാറ്റാട്ടോ. എൻ്റെ അമ്മയുടെ ജനറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ they just sacrificed everything. എല്ലാം അവർ വേണ്ടാന്ന് വെച്ചിട്ട് ഫുൾ ടൈം ഹോം മേക്കർ ഒക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ നോക്കി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അവരിങ്ങനെ പലരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ കുട്ടികളെല്ലാം അവരുടേതായ രീതിയിൽ ബിസിയായി. അപ്പോ കുറെ പേര് ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ട് കുട്ടികളെയൊക്കെ നോക്കി അങ്ങനെ സമയം ചെലവഴിക്കുന്നുണ്ടാവും, വിച്ച് ഇസ് ഗ്രേറ്റ്. അടിപൊളിയാണ്, നല്ല ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ഗ്രാൻഡ് പാരന്റ്സിനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കുറെ പേര് ചിലപ്പോ നാട്ടിലായിരിക്കും, കുട്ടികൾ പുറത്തായിരിക്കും. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ലൈഫ് ടു ദി ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത്ര നീ യാത്ര ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു അത് നമ്മൾ അങ്ങനെ പ്രായമാവണ വരെ മാറ്റി വെക്കേണ്ട, നമുക്കായിട്ട് കുറച്ച് സന്തോഷങ്ങളും ഒക്കെ വേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിനായിട്ട് കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടോ എന്നുവെച്ചാൽ കുറച്ച് ദിവസം ആരുടെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ നമുക്ക് എങ്ങടെങ്കിലും പോവുക, നമുക്കായിട്ടൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക, നമുക്കായിട്ട് നമ്മുടെ സെയിം ഇൻട്രസ്റ്റിലുള്ള ആളുകളായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവുക, അതൊക്കെ വളരെ നല്ലതാ. അപ്പോ ഈ കഴിഞ്ഞൊരു വർഷം നോക്കുകയാണെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ ഒരുപാട് എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഐ ഹാവ് സം ഗുഡ് പീപ്പിൾ, നല്ല കുറച്ച് ആളുകൾ എനിക്ക് ചുറ്റിനും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു വൈബായിട്ടും ഒക്കെ മാച്ച് ചെയ്യുന്നവർ, അതിനെക്കാട്ടും കൂടുതൽ എൻ്റെ ഒരു കാഴ്ചപ്പാടും വൈബിലുള്ളവരല്ലാഞ്ഞിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ ബന്ധം ഉണ്ടായിട്ടുള്ളവരുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു മെച്യൂരിറ്റി, ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ സോളോ ട്രിപ്പ് പോകണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. അത് ഈ വർഷം ഞാൻ ഉദ്ദേശിക്കുന്നൊരു, ഞാൻ എത്ര തവണയല്ലേ പറഞ്ഞു അറിയില്ല, ഇനി നടക്കുമ്പോൾ പറയാം. എടുത്തിങ്ങനെ കുറെ പേര് പറയും ചേച്ചി എന്തിനാ അത് പറയണേ, പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ചിലപ്പോൾ ആയിരിക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ എനിക്കറിയാലോ പേഴ്സണൽ ലൈഫിനൊക്കെ ബൗണ്ടറീസ് വെക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ അതൊന്നും കാണിക്കാറില്ല. പക്ഷെ ചിലതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ കാണിക്കുന്ന, ഇപ്പോൾ നമ്മുടെ കരിയർ വൈസ് ആണെങ്കിലും ഇങ്ങനത്തെ കുട്ടി ആഗ്രഹങ്ങൾ, ചെറിയ ട്രാവലിന് അത് ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന കമന്റ് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ, മെസ്സേജസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. എനിക്ക് ചേച്ചി ഇന്ന ഗോൾ എഴുതി, അപ്പൊ ഇതൊക്കെ ഇന്ന് ടിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് യാത്ര പോവുക, അങ്ങനെയൊക്കെ ഓരോരുത്തരും പേഴ്സണലി മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു കണക്ഷനാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സ്. അപ്പൊ ബേസിക്കലി നമ്മളിത് പറയരുതെന്ന് പറയാൻ കാരണം നസർ കണ്ണ് വെറ്റും എന്നുള്ള രീതിയിലാണ് പറയണത്. ഒന്നാമത് എനിക്ക് അതിൽ അത്ര വിശ്വാസമില്ല. രണ്ടാമത് ഞാൻ അത് കണക്കാക്കുന്നില്ല. ലെറ്റ് ഇറ്റ് ബി. അത് ആ ഒരു ഭാഗം ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ തമ്മിൽ കണക്ഷൻ, നമ്മൾ തമ്മിലുള്ള ഒരു വൈബ്, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഫ്യൂ ചേഞ്ചസ് വിച്ച് റിയലി ഹെൽപ്പ് മീ. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻ ജനറലി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. റാൻഡം ചിറ്റാറ്റായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് തോന്നണേ എന്നുള്ളത് പറയണം കേട്ടോ. അതായത് എന്താണ് കഴിഞ്ഞ വർഷത്തൊന്ന് പഠിച്ചേ, ഈ വർഷത്തേക്ക് അത് എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ പറയണേ. ഞാനിത് ആക്ച്വലി സ്റ്റോറീസിൽ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വിശ്വസിക്കരുത്, ഫ്രണ്ട്സിനെ വിശ്വസിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതും നല്ലതാണ് കേട്ടോ. ഒരു ബൗണ്ടറീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ആരെയും ഉള്ളിലേക്ക് എടുക്കരുത്. അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു. അതായത് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരാണ് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നമ്മുടെ സന്തോഷം എടുത്ത് കൊടുക്കരുത്. നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. അവര് നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുമ്പോഴേക്കും ഒരു വലിയൊരു വിഷമത്തിലേക്ക് നമ്മൾ പോവാൻ ഇടവരരുത്. അതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ എവിടെ വരെ പക്ഷെ ആ ഒരു ബൗണ്ടറീസ് എന്ന് പറയില്ലേ നമ്മള്, അതുണ്ടാവണത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ആ ഒരു ഹ്യൂമാനിറ്റി, ആ ഒരു സ്നേഹം എപ്പോഴും എല്ലാവരുടെ ഉള്ളിലും നിലനിൽക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.